കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് 20 ക്വസ്റ്റ്യനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു 20 ക്വസ്റ്റ്യനും കൂടി നോക്കാം. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് തുടങ്ങുന്നത്. അപ്പം നോക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതോടെ ഗോവാലിയ ടാങ്ക് മൈതാനം എന്നറിയപ്പെടുന്ന മറ്റൊരു പേര് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓഗസ്റ്റ് വിപ്ലവം അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാം ആയിരുന്നു? അരുണ ആസിഫ് അലി, ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹ്യ. അങ്ങനെ 3 പേരായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം. 3 ആള്: അരുണ ആസിഫ് അലി, ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹ്യ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ: ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് ആഹ്വാനം ചെയ്തത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണൻ. നമ്മൾ ഇതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വിറ്റ് ഇന്ത്യ സമര നായിക ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? അരുണ ആസിഫ് അലി ആയിരുന്നു. ഇപ്പൊ ചോദിച്ചത് ക്വിറ്റ് ഇന്ത്യ സമര നായകനാണ്, അത് ജയപ്രകാശ് നാരായണൻ. മാറിപ്പോകരുത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? കിഴരിയൂർ ബോംബ് കേസ്. കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് US-ൽ അരങ്ങേറിയ ഹിന്ദി നാടകം വന്ദേ മാതരം. കിഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ KB മേനോൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസെന്റ് ചർച്ചിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം ഡു ഓർ ഡൈ. ഈ ക്വസ്റ്റ്യന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം ഡു ഓർ ഡൈ അല്ലെങ്കിൽ എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് അതിൻ്റെ മലയാളം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി തടവിലാക്കപ്പെട്ട ആഗാഖാൻ കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതാണ് ഗാന്ധിജീനെ തടവിലാക്കിയ ആഗാഖാൻ കൊട്ടാരമാണ്. അത് എവിടെയാണ്? പൂനെയിലാണ് ആഗാഖാൻ കൊട്ടാരം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗുകാർ ഉയർത്തിയ മുദ്രാവാക്യം ഏതായിരുന്നു? വിഭജിക്കുക, പുറത്തു പോവുക. അടുത്ത ക്വസ്റ്റ്യൻ: ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട്ട് നിന്നും രഹസ്യമായി പുറത്തിറക്കിയ പ്രസിദ്ധീകരണം ഏതാണ്? സ്വതന്ത്ര ഭാരതം. മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ KB മേനോൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്കോ പ്രഭു. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആര്? ലിൻലിത്കോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട്ട് നിന്നും പുറത്തിറങ്ങിയ സ്വതന്ത്ര ഭാരതം എന്ന പ്രസിദ്ധീകരണത്തിനു വേണ്ടി പ്രവർത്തിച്ചവർ ആരൊക്കെ? 3 വ്യക്തികളായിരുന്നു. അപ്പോൾ NV കൃഷ്ണവാര്യർ, SK പൊറ്റക്കാട്, സഞ്ജയൻ. അപ്പോൾ ആരൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട്ട് നിന്നും പുറത്തിറങ്ങിയ സ്വതന്ത്ര ഭാരതം എന്ന പ്രസിദ്ധീകരണത്തിനു വേണ്ടി പ്രവർത്തിച്ചവർ? NV കൃഷ്ണവാര്യർ, SK പൊറ്റക്കാട്, സഞ്ജയൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ്? ബോംബെയിലെ അഹമ്മദ് നഗർ കോട്ട.
നമ്മൾ ഗാന്ധിജീൻ്റെ പറഞ്ഞു. ആഗാഖാൻ കൊട്ടാരം പൂനെയിലായിരുന്നു. ഇത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് ബോംബെയിലെ അഹമ്മദ് നഗർ കോട്ടയിലാണ്. ജയിലിൽ അടയ്ക്കപ്പെട്ട 6-ാം ദിവസം അന്തരിച്ച ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരാണ്? മഹാദേവ് ദേശായി. അപ്പം ഇത്രയാണ് ഈ ഒരു പാർട്ടിൽ, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടില്ല, നെക്സ്റ്റ് പാർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടും എല്ലാവരും പഠിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സാം പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.